നമസ്കാരം. ഇപ്പോഴത്തെ പ്രസൻറ്റ് കണ്ടീഷനാണ് ഈ കാർഡിൽ കൂടി നോക്കുന്നത്. ആദ്യത്തെ കാർഡ് അവസ്ഥയെയാണ് ചോദിക്കുന്നത്. പേജ് ഓഫ് സോർഡ് എന്ന കാർഡാണ് വന്നിരിക്കുന്നത്. ഈ കാർഡിൽ കാണുന്നത് ഒരു വിശ്രമമില്ലാത്ത അവസ്ഥയോ ജിജ്ഞാസയോ അറിവിനുള്ള ഒരു ആഗ്രഹവുമായി നടക്കുന്ന ഒരു വ്യക്തിയെയാണ് കാണുന്നത്. ഒരു സ്റ്റുഡൻ്റായ വ്യക്തിയെയാണ് നമ്മളിവിടെ കാണുന്നത്. പക്ഷേ ആ കുട്ടി നടക്കുന്നത് വളരെ നേരമായ ഒരു വടിയിൽ കൂടിയാണ് നടന്നു പോകുന്നത്. ഈ വടിയിൽ കൂടി നടക്കുമ്പോൾ ശ്രദ്ധയില്ലായ്മ കൊണ്ട് വീണു പോകുവാൻ ഉള്ള അവസ്ഥയും ഉണ്ടാകാം. ഈ അവസ്ഥയ്ക്ക് കാരണമായി പറയാവുന്നത് കാരണം ഒരു ഗോസിപ്പോ അല്ലെങ്കിൽ സംസാരം മാത്രമുള്ള ഒരു അവസ്ഥയോ ആക്ഷൻ എടുക്കാത്ത അവസ്ഥയെയും സൂചിപ്പിക്കുന്നു. സത്യത്തിൽ ഈ കുട്ടിയുടെ ഗോൾ എന്ന് പറയുന്നത് സത്യത്തിൻ്റെ പാതയിൽ നടക്കാനാണ് ആഗ്രഹിക്കുന്നത്. അറിവിനുള്ള ആഗ്രഹവും കാണാം. കാരണം ഈ കുട്ടി പിടിച്ചിരിക്കുന്നത് ബൾബുകളാണ്. ആ കുട്ടിയുടെ അറിവിനുള്ള ആഗ്രഹമാണ് അത് സൂചിപ്പിക്കുന്നത്. ആ വഴിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനെന്ന പോലെ രണ്ട് പക്ഷികളെയും കാണാം. പക്ഷേ ഇതിലൊന്നും ശ്രദ്ധയില്ലാണ്ടാണ് ആ കുട്ടി നടക്കുന്നത്. ഇനി ഈ കുട്ടി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ഈ വ്യക്തി എന്തിലാണെന്ന് ചോദിച്ചപ്പോൾ ജഡ്ജ്മെൻറ്റ് എന്ന കാർഡാണ് വന്നിരിക്കുന്നത്. സ്വയം തിരിച്ചറിയുക എന്നാണ് ഈ കാർഡ് പറയുന്നത്. ഈ വ്യക്തിയുടെ ഷാഡോ പറയുന്നത് ഒരു സ്പിരിച്വൽ അവേക്കനിങ്ങിലുള്ള ഒരു സമയമായി എന്ന് പറയുന്നു. അതായത് ഒരു ആത്മീയമായ ഉണർവിന് ആവശ്യമാണ്. ഈ വ്യക്തി സ്വയം ടോട്ടലായി ട്രാൻസ്പെറൻ്റായി ജീവിക്കേണ്ടത് ആവശ്യമാണ്. അതായത് നെഗറ്റീവ് കാര്യങ്ങൾ ഡ്രോപ്പ് ചെയ്തുകൊണ്ട് സ്വയം മുഖം അണിഞ്ഞിരിക്കുന്ന മാസ്ക് മാറ്റി ലോകത്തിന് മുന്നിൽ റിവീൽ ചെയ്യുവാനാണ് പറയുന്നത്. തൻ്റെ ഉള്ളിലുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ലോകത്തിന് മുന്നിൽ ഒളിച്ചിരിക്കേണ്ട ആവശ്യം ഇല്ല എന്നും സൂചിപ്പിക്കുന്നു. ഈ വ്യക്തിയുടെ ഹാർട്ട് ഓപ്പൺ ആക്കി വെച്ച് ഹോണസ്റ്റായി കാര്യങ്ങളെ വിലയിരുത്തിയാൽ ഈ അവസ്ഥയിൽ നിന്ന് മാറ്റമുണ്ടാകുമെന്നും പറയുന്നു. നന്ദി, നമസ്കാരം.